ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പഞ്ചായത്ത് ജെട്ടി പടം നമ്മൾ ഇന്നലെ കണ്ടു. ഗിരിജ തിയേറ്ററിൽ നിന്നാണ് കാണുന്നത്. നമ്മൾ വെയിറ്റ് ചെയ്യുന്നൊരു മൂവി തന്നെയായിരുന്നു. കാരണം മറിമായം ടീം ആദ്യമായിട്ട് ചെയ്യുന്നൊരു പടം, ബിഗ് സ്ക്രീനിൽ ചെയ്യുന്നൊരു പടം. നമുക്കറിയാം, മറിമായം കാണാത്ത മലയാളി ഇല്ലെന്ന് അറിയാം. കാരണം ഇത്ര അധികം എപ്പിസോഡായിട്ടും നമ്മൾ എന്താ പറയുക, ആവർത്തന വിരസതി ഇല്ലാത്ത സാധനങ്ങൾ. എന്താണ് ഇവർ ലേറ്റസ്റ്റ് അപ്ഡേഷൻ നടക്കുന്നത്? അത് ആക്ഷേപഹാസ്യത്തിലൂടെ അവതരിപ്പിക്കുന്ന ഒരു രീതി. ഇത്രയും എപ്പിസോഡുകളായിട്ടും അതിൽ യാതൊരു മാറ്റമില്ലാണ്ട് ഇപ്പോഴും പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്ന ഒരു ടീമാണ് മറിമായം. അപ്പോൾ അവര് ആദ്യമായിട്ട് ബിഗ് സ്ക്രീനിൽ ചെയ്യുന്നൊരു പടം. ലാസ്റ്റ് നമുക്കറിയാം, ഗവൺമെന്റ് ഓഫീസിൽ നടന്നൊരു ഇൻസിഡന്റ്, അത് റീലാക്കിയിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന ഒരു സംഭവം. അപ്പോൾ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഞ്ചായത്തിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കഥയാണ്. അവിടെ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള കാര്യങ്ങളും ഇതായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ എറണാകുളത്താണ് ഈ പടം നടക്കുന്നത്. അപ്പോൾ എറണാകുളം ടൗൺ ഒരു 15 കിലോമീറ്റർ വ്യത്യാസമുള്ള ഒരു ഗ്രാമത്തില് ബസ് റൂട്ടിന് വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങളും, അതുപോലെ തന്നെ അവിടെ ശ്മശാന സംബന്ധമായിട്ടുള്ള കുറെ വിഷയങ്ങളും, പിന്നെ നാട്ടിൻപുറത്തുള്ള കുറെ ആളുകളിലൊക്കെ ചുറ്റപ്പെട്ട് നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ പടത്തിൽ വരുന്നത്. അത് അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല എൻഗേജ്ഡ് ആയിട്ട് നല്ല നല്ല ഫ്രഷ് കോമഡികൾ വരുന്നുണ്ട്. അത്യാവശ്യം എൻഗേജ്ഡ് ആണ് പടം. എനിക്കൊന്നും വലിയ കണക്ഷൻ വിട്ട് പോകുന്നൊന്നും തോന്നിയില്ല. ചില സീനുകളൊന്നും ഇങ്ങനെ ലേഗാവുണ്ടോ എന്ന് തോന്നിപ്പോയി. കാരണം എന്താ വെച്ചാൽ അവര് ഇങ്ങനെ ഒരു അരമണിക്കൂർ സംഭവങ്ങൾ ചെയ്തിട്ട് ഒരു 2.5 മണിക്കൂറിലേക്ക് വരുമ്പോൾ ഒരു കണക്ഷൻ വരണല്ലോ, കുറെ ക്യാരക്ടേഴ്സ് കൊണ്ടുവന്നിട്ട് വരണല്ലോ. അപ്പൊ അതായിട്ട് ചെറിയൊരു ലാഗ് ഇടയ്ക്ക് കിട്ടി. എന്നാലും നമ്മളങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് പടം. ക്ലൈമാക്സ് എത്തുന്ന വരെ അടിപൊളിയാണ്. കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതിൽ ഇമോഷൻസ് കാണിക്കുന്നുണ്ട്, പല പല ആളുകളുടെ സ്വഭാവങ്ങൾ കാണിക്കുന്നുണ്ട്, പെർഫോമൻസുകൾ. മറിമായം ടീമിന്റെ പെർഫോമൻസ് നമുക്ക് പറയേണ്ട കാര്യമില്ല, എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലെ കാസ്റ്റിംഗ് തന്നെയാണ് ഇതിലും ഭയങ്കര രസമായിട്ടുള്ളത്. അതില് സലിം ഹാസനും മണികണ്ഠൻ ഇവര് തന്നെയാണ് മെയിൻ റോളുകൾ ചെയ്തിട്ടുള്ളത്. ഇവർ തന്നെയാണ് ഈ പടത്തിന് ഡയറക്ഷനും തിരക്കഥയൊക്കെ ചെയ്തത് ഇവര് തന്നെയാണ്. അതിൽ സലിം ഹാസനാണ് ഇതിൽ നായകൻ റോളായിട്ട് ചെയ്യുന്നത്. മണികണ്ഠൻ ഒരു നെഗറ്റീവ് റോളാണ്, വില്ലൻ റോളാണ്, പ്രതിപക്ഷത്തിന്റെ ആള്. മറ്റാള് ഭരണപക്ഷത്തിരിക്കുന്ന ഒരു പ്രസിഡന്റിന്റെ റോളാണ് ചെയ്യുന്നത്. അപ്പോൾ അവര് തമ്മിലുള്ള പൊളിറ്റിക്കൽ ഉണ്ടാവുന്ന കുറച്ച് പ്രശ്നങ്ങളും അതും ആയിട്ട് പേഴ്സണലി അവര് കുറച്ച് പ്രശ്നങ്ങൾ വെച്ചാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടിയാണല്ലോ. പേഴ്സണലി അവർക്കെതിരെ ഉണ്ടാകുന്ന കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നൊരു സ്റ്റോറിയാണ്. അത് കുറെ ആൾക്കാരുടെ ലൈഫും കാര്യങ്ങളൊക്കെ അതിൽ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഉണ്ണിരാജ ഉണ്ണിരാജനെ കണ്ടാൽ തന്നെ നമുക്ക് ചിരി വരും. ആള് ഉണ്ട്. രചന നാരായണൻകുട്ടി നായികയുടെ റോളും ഇതിൽ ചെയ്തിട്ടുണ്ട്. മനീഷ് ഷൊർണൂര്, ഉണ്ണി നായര്, രശ്മി അനിൽ, കൊളപ്പള്ളി ലീല, വീണ നായർ, കലാഭവൻ നിയാസ്, റിയാസ്, സുധീഷ് പറവൂര്, സ്നേഹകുമാർ, പൂളി വത്സൻ, അരുൺ പുലരൂര്, വിനോദ് കോവൂർ, സേതുലക്ഷ്മി, ഒരുപാട് പേരെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറിമായം ടീമിന് ഓൾമോസ്റ്റ് എല്ലാവരും കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. 1-2 പേരെ ഒഴിച്ച് ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട്. അവർക്കൊക്കെ നല്ല റോളുകളെ കൊടുത്തില്ല കേട്ടോ. അതാണ് ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ഒരു പടം വരുന്ന സമയത്ത് ഇവരൊക്കെ എല്ലാവരും കൊണ്ടുവരുന്ന സമയത്ത് അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള റോളുകൾ കൊടുത്തില്ല. അത് തന്നെയാണ് ഇതിലെ പടത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയൊരു മറ്റൊരു കാര്യം. ഇപ്പൊ എല്ലാവർക്കും അത്യാവശ്യം നല്ല റോളുകൾ ഈ പടത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് കണക്ഷൻ കൊണ്ടുവരണുണ്ടോ. ഒരു ഫിലിം ആകുമ്പോൾ 2.5 മണിക്കൂർ പടത്തില് കുറെ കാസ്റ്റിംഗ്, അവർക്കൊക്കെ ഒരു കണക്ഷൻ കൊണ്ടുവരും. അതൊക്കെ രസമായിട്ടുണ്ട്. പഞ്ചായത്തിൽ നടക്കുന്ന കുറെ ഇൻസിഡൻസ്, ആടിനെ കൊടുക്കുന്നതും കോഴിനെ കൊടുക്കുന്നതും അവിടെ ആയിട്ടുള്ള തർക്കങ്ങളും, പിന്നെ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് അവിടെയുള്ള വിഷയങ്ങളും, പിന്നെ പേഴ്സണലി ഒരു നല്ല പൊളിറ്റീഷ്യൻസ് ഒരുപാടുള്ള നാട് നമ്മുടെ ആളുകൾ, പൊട്ട ആളുകളും ഉണ്ട്. അപ്പൊ നല്ല പൊളിറ്റീഷ്യൻസ് ചെയ്യുന്ന പല കാര്യങ്ങളും മുടക്കാൻ നിൽക്കുന്ന ആളുകൾ പ്രതിപക്ഷത്തുണ്ടോ സ്വന്തം പാർട്ടിയിലുള്ള കാലഘട്ടം നമ്മുടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഈ നമ്മുടെ നായകന്റെ ഇമോഷൻ സീനൊക്കെ അടിപൊളിയായിട്ട് ആളൊക്കെ നന്നായി ചെയ്യുന്ന നമ്മൾ സ്വപ്നത്തെ പോലും ചിന്തിക്കുന്നില്ല. കോമഡി ഒന്നല്ല, അവള് ഭയങ്കര സീരിയസ്ലി സംസാരിക്കുന്ന സീനുകളൊക്കെ ഉണ്ട്. പിന്നെ വരവേൽപ്പ് പടത്തില് കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് കണക്ട് ചെയ്യും. വരവേൽപ്പ് പടം നമുക്കറിയാം, അല്ലെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് കണക്ഷൻ വന്നു. പിന്നെ നല്ല മനസ്സുള്ള ആളുകൾ, പൊളിറ്റീഷ്യൻസ്, നമുക്ക് ഒരുപാട് ആളുകളെ നമുക്കറിയാം. അവർ സ്ട്രഗിൾ ചെയ്യുന്നതൊക്കെ നമുക്കുണ്ട്. ഈ പഞ്ചായത്ത് മെമ്പർ എന്നൊക്കെ പറഞ്ഞ് നിസ്സാര പൈസകൾ, നാട്ടിലെല്ലാ പ്രശ്നങ്ങൾക്കും അവരുണ്ടായിരിക്കും. അവരെ കയ്യിൽ നിന്ന് പോകുന്ന പൈസയൊക്കെ നമുക്ക് പോകുന്നൊക്കെ നമ്മൾ നേരിട്ട് കണ്ടിട്ട് ആളുകളുണ്ട്. അതുപോലെ തന്നെ ഒരു പരിപാടിക്ക് കൊണ്ടുപോകുമ്പോൾ അതിലുണ്ടാവുന്ന പൈസ, പിന്നെ എല്ലാ കാര്യത്തിലും ഇടപെട്ടിട്ട് ചില കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് അവസാനം 2 കൂട്ടരെ കൈ ഒഴിയുമ്പോഴുണ്ടാവുന്ന ഒരു അവസ്ഥ വരെ ചോദിക്കും. പ്രത്യേകിച്ച് ഒരു പെണ്ണ് കേസ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനത്തെ കേസുകളൊക്കെ ഇടപെട്ടിട്ട് അവസാനം പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ചെക്കന്റെ വീട്ടിൽ നിന്നും ഒഴിഞ്ഞു മാറണം. അപ്പോൾ ഉണ്ടാവുന്ന അവസ്ഥ, അവര് സീരിയസ്ലി പറഞ്ഞിട്ട് ഇടപെട്ടിട്ട് അങ്ങനെ കുറെ കാര്യങ്ങള്
കുറേ സംഭവങ്ങൾ, കുറേ ചായപ്പീടിയ, അവിടുത്തെ കാര്യങ്ങൾ, ഉത്സവം, കുറെ കണക്ഷൻസ് കൊണ്ടുവരുന്നതിനൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രാമത്തിലുള്ളൊരു കഥയാണ് പറയുന്നത്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ക്ലൈമാക്സിൽ 1-2 സീനൊക്കെ ഉണ്ട്. ക്വാളിറ്റി ജെട്ടി കാണിക്കുന്നുണ്ട്, പറയുന്നില്ല, സ്പോയിലർ കണ്ടന്റ് ആവും. എന്തായാലും ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റി, ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയൊരു മൂവിയാണ്. കുറെ കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷെ അതിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങൾ പോയി കാണുക, മറിമായം കാണുന്ന ഒരു ഫീൽ തന്നെ പോയി കാണുക കേട്ടോ. വേറെ ഒന്നും പ്രതീക്ഷിക്കേണ്ട, പോയി കാണുക, എൻജോയ് ചെയ്യുക. ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയൊരു പടമാണ്. എനിക്ക് പേഴ്സണലി പടം ഇഷ്ടപ്പെട്ടു. ഞാൻ ആ പ്രതീക്ഷയിൽ തന്നെയാണ് കണ്ടത്. അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ കണക്ഷൻ കിട്ടി. നല്ല രസമായിട്ട് തന്നെ എൻജോയ് ചെയ്ത് കണ്ടു. നമ്മൾ ഫാമിലി ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അവരൊക്കെ ചിരിക്കുന്നു, എല്ലാവരും എൻജോയ് ചെയ്യുന്ന രീതിയിൽ ഒരു അവസ്ഥയാണ് തിയേറ്ററിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഇതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബൈ. മുകേഷ്.